അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിന് ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും മൈക്കൊന്ന് മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അതൊന്ന് കംപ്ലൈൻറ്റ് ആയിട്ട്, അപ്പോൾ നമ്മൾ പഴയ യൂസ് ചെയ്തൊരു മൈക്ക് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു സാധനമാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു 1000 റേഞ്ചിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റൈൽ മാറ്റണം, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നമ്മൾ എടുത്തൊരു മൈക്കാണ്. ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്ക് കേട്ടോ. ഏകദേശം ഒരു 4000 റുപ്പീസാണ് വരുന്നത്. കിഡില്ലൻ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലാണ് കേട്ടോ. അടിപൊളി വോയിസ് ക്ലാരിറ്റിയാണ്. മാത്രം DSLR-ലൊക്കെ ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു റിസീവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക് കേട്ടോ. ഇത് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബട്ടൺസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മൈക്ക് യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു സംഭവം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നുകൊണ്ട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇത് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്ലഗ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. സോ ഇതാണ് DSLR-ൽ യൂസ് ചെയ്യുന്ന ക്ലിപ്പ് കേട്ടോ. ഇത് വരുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് കുറച്ച് നമ്മൾ ഈ വോയിസ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാറ്റിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ കേട്ടോ. സോ അപ്പം ഞാനിതിൻ്റെ സംഭവങ്ങൾ കൂടി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി കിടലിന് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് ഡിജിടെക്കിൻ്റെ മൈക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഫോണിലാണ് കേട്ടോ. അപ്പം ഫോണിൽ ജസ്റ്റ് റെക്കോർഡിങ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ ക്യാമറ ഓൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി സംസാരിക്കുന്ന നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്കിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിജിടെക്കിൻ്റെ മൈക്ക് ഓൺ ചെയ്തിട്ടോ. അപ്പോൾ ഇതാണ് ഡിജിടെക്കിൻ്റെ ബോക്സ് വരുന്നത് കേട്ടോ. ഞാൻ ഓൺലൈനിലൂടെയാണ് ഓർഡർ ചെയ്ത്, ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഓർഡർ ചെയ്തത്. 4000 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇതിങ്ങനൊരു സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റിസീവർ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ LED മുകളിലൊരു LED ഇതുള്ളത് കൊണ്ട് നമുക്ക് എത്ര ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റിസീവർ വരുന്നത്. അതുപോലെ തന്നെ 2 മൈക്ക് മാഗ്നറ്റ് ആണ്. നമുക്ക് ബട്ടൺസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. നമുക്കിതിൽ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ക്ലിപ്പായിട്ട് വേണമെങ്കിൽ ഷെയ്ഡിൻ്റെ കൂടെ പ്ലഗ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ DSLR-ൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമുക്ക് കാറ്റിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് വലിയ ലൗഡായിട്ടുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കൂടെ ഒരു